ഗൈസ് നമ്മൾ തഞ്ചാവൂർക്ക് പോവാം. ഇനി 6 മണിക്കത്തെ ട്രെയിനിൽ പോകണം. ഇപ്പം രസം ഉണ്ടാക്കി തമിഴെത്തിയപ്പോൾ ഇവർ തമിഴൊക്കെ വായിക്കാറിയാം ഗൈസ്. ഗൈസ് നമ്മുടെ ട്രിപ്പിൻ്റെ തുടക്കം തന്നെ നല്ല അടിപൊളി മഴയാണ്. അത് ഇടികൊടുക്കണം ഗൈസ്. ഞങ്ങൾ കേരളം വിട്ട് ആദ്യമായി നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ പോവാണ് ഗൈസ്. ട്രെയിൻ വന്നിട്ടില്ല. എത്ര മണിക്കാണ് ട്രെയിൻ? 10:35. അപ്പോഴാണ് നമ്മുടെ ട്രെയിൻ. ഇതൊന്നും പതിപ്പിച്ചിട്ടില്ല. നമ്മളിപ്പോൾ തന്നെ വീഡിയോ എടുക്കണം എങ്ങനെ എന്നുള്ള ഡിസ്കഷനിലാണ്. ഭയങ്കര പകുതിയും കാണുന്നില്ല. ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. നമ്മളിതെടുത്തില്ല. ഗൈസ് നമ്മൾ തഞ്ചാവൂർക്ക് പോവാണ്. ഇത് പറഞ്ഞതും ട്രെയിൻ വന്നതും ഒരുമിച്ചായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഷട്ടപ്പെട്ട ഓടി ട്രെയിനിൽ കയറി. ട്രെയിനിൽ പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇവനായിരുന്നു. ഇവൻ എപ്പോഴാണ് പോയേ എവിടെ ഇറങ്ങിയേ ഒരു ഐഡിയ ഇല്ല. കാരണം അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ വേറെ കുറേ പേരായിരുന്നു ഫ്രണ്ടിൽ. പിന്നെ എഴുന്നേറ്റപ്പോൾ ഇതായിരുന്നുള്ള ഒരു വ്യൂ. ഞാൻ എഴുന്നേറ്റത് 8 മണി 7:30 ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു. എഴുന്നേറ്റ് പിന്നെ അടുത്ത സ്റ്റോപ്പിൽ എത്താൻ വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് തഞ്ചാവൂർ എത്തിയാൽ മതി. കറക്റ്റ് തഞ്ചാവൂർ എത്തണ ആ സ്റ്റോപ്പിന് തൊട്ട് മുമ്പ് പിടിച്ചിട്ട് അതൊരു നല്ല ഫീലിങ്സ് ആയിരുന്നു. പിന്നെ പല്ലൊന്നും തയ്ക്കാതെ ബാത്റൂമിലൊന്നും പോകാതെ ആയിരുന്നു ഞാൻ എഴുന്നേറ്റത്. അവനും അങ്ങനെ തന്നെയായിരുന്നു. ഗൈസ് നമ്മളെത്തി. ഗൈസ് പിടിച്ചിട്ട് ലാഗടിച്ച് നിർത്തി എങ്ങനെയോ ഇവിടെ എത്തി. ഇപ്പം എത്ര മണി? 9:05 ടൈം. 9:39 ആയപ്പോഴായിരുന്നു. അരമണിക്കൂറില്ലേ. എന്നാലും എത്തി. ഇനി 6 മണിക്കത്തെ ട്രെയിനിൽ പോകണം. 12 മണിക്കൂറുണ്ട്. 8 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഡ്രസ്സ് മാറണം, ഫ്രഷ് ആകണം. ഇല്ല 1 മണിക്കൂർ. എത്തി ഗൈസ് തഞ്ചാവൂർ. ഗൈസ് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഒരു അരമണിക്കൂർ ഡിലേ ആയെന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ സീൻ തിരക്കൊന്നും ഉണ്ടായില്ല. അവരുടെയൊക്കെ കുറേ സ്ഥലത്തൊക്കെ പിടിച്ചിട്ടായിരുന്നു. പക്ഷേ വലിയ സീനില്ലാണ്ടെത്തി. ഇനി നമുക്ക് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് തഞ്ചാവൂരിൽ നിന്ന് എഴുതിയേക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ക്ലോക്ക് റൂമും ഫ്രഷപ്പിനും എല്ലാം ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ 25 രൂപ 30 രൂപ ആ ഒരു റേറ്റൊക്കെ ആകാം മെയിനായിട്ടും അതിൽ വരുന്നത്. എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഏതോ ഒരു കട, ആ കടയിൽ കയറി, കട വരുന്ന പറയാം, ഏതോ ഒരു കട, ആ കടയിൽ കയറി നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ഹോട്ടൽ നമ്മൾ ധനലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഇത് പ്രിഫർ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കയറി ട്രൈ ചെയ്യാം. ഞാൻ ട്രൈ ചെയ്യാനാണെങ്കിലും ഞങ്ങൾ പൊടിദോശ, മസാലദോശ, വടയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. വടയും പൊടിദോശ ഓക്കെ ആയിരുന്നു. മസാലദോശ എനിക്ക് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം നോക്കാം. അല്ലെങ്കിൽ ഇനി ഒരു ചാൻസും ഇല്ലെങ്കിൽ ഇവിടെ കയറി ഒന്ന് ഫുഡ് കഴിച്ച് നോക്കൂ. മസാലദോശ അവോയ്ഡ് ചെയ്തിട്ട് വടയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. 200 രൂപയിൽ താഴെയായിരുന്നു ഫുഡിനായിട്ടുണ്ടായിരുന്നു. പിടിച്ച് വേണം നമുക്ക് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ പോകണം. അവിടുന്ന് നമ്മൾ പാലസിൽ പോകും. ഫസ്റ്റ് നമ്മൾ പാലസിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പം ഇപ്പം ഇവിടുത്തെ വെയിലൊക്കെ കുറഞ്ഞ് എന്താണോ എന്തോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ പോലത്തെ തന്നെ, പക്ഷേ കുറച്ച് ആഡംബരം കൂടുതലാണ്. ചേച്ചിയുടെ കടയിൽ തന്നെ നമ്മൾ പൂ മേടിച്ചു. വെള്ളത്തിൽ പൂ വെക്കാത്ത ഞാൻ തമിഴ്നാട്ടിൽ വന്ന് പൂ വെച്ച് അങ്ങനെയാണ് അല്ലേ. ഇപ്പൊ രസമുണ്ടാക്കി. കുഴപ്പമില്ല. നമ്മൾ പാലസിന്റെ എൻട്രൻസും തപ്പി നടക്കുക. ഇവിടെയൊക്കെ ഫുള്ള്
ഒരു സൈഡിൽ കടകളൊക്കെയാ, പക്ഷെ മറ്റേ സൈഡിൽ കുറേ ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ കുറേ വർഷം പഴക്കമുള്ളത്. അപ്പോൾ ഈ കണ്ടത് ഇത് നമ്മൾ അങ്ങനെ നടന്നത് തഞ്ചാവൂർ പാലസിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ആനയൊക്കെ ഉണ്ട് ഗൈസ്. ഒരു ഹെൽമെറ്റ് വെച്ച് ചേട്ടനാണ് ഇപ്പോൾ പോയത്. ഇവിടെ ഉള്ളവരുന്ന ഹെൽമെറ്റ് വയ്ക്കുമല്ലോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല. പിന്നെ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ ജീവനുണ്ടാവില്ലല്ലോ. നല്ല രസമുള്ള ആർക്കിടെക്ട് വർക്കൊക്കെ, ഇത് പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഈ വശത്തും ഈ വശത്തും. ഗൈസ്, ഈ സാരി എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ മേടിച്ചു കൊടുത്ത സാരിയാണ്. എനിക്ക് റെഡ് ബ്ലൗസ് ഉണ്ട്, അതിന് സ്യൂട്ട് ചെയ്യണം സാരി വേണം. കുറച്ചൊരു ടെമ്പിൾ വൈബ് ഒടിക്കുന്ന സാരി ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഇതാണ് തന്നത്. എന്നിട്ട് പറഞ്ഞു അച്ഛനമ്മയ്ക്ക് ജയലക്ഷ്മിന്ന് ആരുടെയോ കല്യാണത്തിന് എന്താ കഥയാ വായി തിരിഞ്ഞു നോക്കുന്നു. എന്താണ് ജയലക്ഷ്മിന്ന് ആരുടെയോ കല്യാണത്തിന് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി സർപ്രൈസായിട്ട് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്ത സാരിയാണ് ഈ സാരി. ആ സാരിയാണ് ഇപ്പം ഞാൻ കൊടുത്തേക്കുന്നത്. അവിടെയും ജയലക്ഷ്മി, എൻ്റെ എക്സിൻ്റെ പേര് ജയലക്ഷ്മി എന്നാണ്. പബ്ലിസിറ്റി അല്ലായിരിക്കട്ടെ. ഗേറ്റ് കടന്ന് പിന്നെ കുറച്ചൊന്ന് നടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ടിക്കറ്റ് എടുത്തു, നേരെ അകത്ത് കയറി. വീഡിയോ എടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമായിരുന്നു. പക്ഷെ നമ്മൾ തനി മലയാളി ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ റാൻഡം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ വീഡിയോ എടുത്ത് ഇവിടെ 1 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, പിന്നെ 2 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ വേഗം തന്നെ പോകാൻ വേണ്ടിയിട്ട്. നേരെ പിന്നെ 2 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ 1 മണിക്കൂർ അവിടെ ഡിലേ വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. കയറി രസമുണ്ടായിരുന്നല്ലേ. കുറേ ആർട്ട് ഗാലറി ആയിരുന്നു. പിന്നെ അതിൻ്റെ അത് എന്തൊക്കെയാ കോയിൻ കളക്ഷൻസ്, പിന്നെ എന്തൊക്കെയുള്ള ഇവിടെ വാ പറ. കോയിൻ കളക്ഷൻസ് വിഗ്രഹങ്ങളായിരുന്നു മെയിൻ. പിന്നെ മറ്റങ്ങനെ നിൽക്കുന്ന വിഗ്രഹത്തിന് എന്താ പറയണേ? നടരാജ വിഗ്രഹം. അതന്നെ, നടരാജ വിഗ്രഹങ്ങൾക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ഹാളുണ്ടായിരുന്നു. രസമുണ്ടായല്ലേ. പിന്നെ പണ്ടത്തെ കുറേ സയൻസിൻ്റെ കുറേ സംഭവങ്ങളും അതും ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത്. രസമുണ്ടായി, ഇഷ്ടമായി. അതിവിടെ ഇതാണ് ആർട്ട് ഗാലറിയുടെ എൻട്രൻസ്. രസമുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു നമ്മുടെ ഈ കോവിൽ പോലത്തെ ഉണ്ട്. ഇതാണ് ബെൽ ടവർ. അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു നമ്മൾ, അങ്ങോട്ടൊന്നും കയറ്റില്ലെന്ന് തോന്നുന്നു. ഇതെൻ്റെ താഴെ ഭാഗമാണ്. ആ ബെൽ ടവറിലോട്ടൊന്നും നമ്മളെ കയറ്റത്തൊന്നുമില്ല, പക്ഷെ നമ്മളതിൻ്റെ താഴെയൊക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന്, അവിടെ മറ്റേ ബൊമ്മയൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും നമ്മൾ മേടിക്കരുതെന്ന് പല വീഡിയോസിലും കണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 മണി വരെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 2 മണിക്ക് ഓപ്പൺ ചെയ്യും. ഇവിടെയും ഗൈസ് മലയാളീസ് ഉണ്ട്. നമ്മളിപ്പോൾ 2 ഫാമിലിയെ കണ്ടു. അത് ആ ചേച്ചി മലയാളി, ആ ചേട്ടൻ തമിഴാണ്. ആണോ? ഓക്കെ, നമ്മൾ രണ്ടുപേരും തമിഴ്. ഇവർ തമിഴൊക്കെ വായിക്കാറിയാം ഗൈസ്. അതുകൊണ്ടൊക്കെ അതിൽ എഴുതിയതും മനുസ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുന്ന ടച്ചിലിരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവൻ പറയുന്നതിനല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കൈ മാറ്റില്ല. ഇത് കൊള്ളാം. ഈ കമ്പി ഒന്ന് മാറ്റാം. ഇതെന്ത് ഇവിടെ കയറിയൊരു 4 വെള്ളം കൂടെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോകാൻ പോവുകയാണ്. യുദ്ധത്തിൽ നിൽക്കണം പോലെ നിൽക്കണം. അടിക്കാൻ പോവാണ്.
ദാഹിച്ചപ്പോൾ നടി ഒരു കൈ കൊണ്ട് വെള്ളം ആവശ്യത്തിന് മാത്രം കുടിച്ചിട്ട് കുപ്പി അടച്ചു വെച്ചത് കണ്ടോന്നും പറഞ്ഞ് ക്ലിക്ക് ബൈറ്റ് ഇടും. അപ്പോൾ ഈ അമ്മാവന്മാരുടെ ടീം അടിയിൽ വന്നു. പിന്നെ ഞങ്ങളൊക്കെ വെള്ളം കാല് കൊണ്ടാണ് കുടിക്കുന്നത് ചോദിച്ച് തെറി പറയും. അങ്ങനെ തെറി പറയുമ്പോൾ അവർക്ക് റീച്ച് കിട്ടും, അവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തെറി പറയണവരെല്ലാം വേണ്ടെന്നാരും. പക്ഷെ ക്ലിക്ക് ബൈറ്റ് ഇട്ട് തെറി കേൾക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ ബുദ്ധിമാന്മാർ. അഗീനെ വെച്ച് ക്ലിക്ക് ബൈറ്റ് ഇട്ടാലോ ഗൈസ്. ഒരു പ്രിവ്യൂ പറയുകയാണെങ്കിൽ ഇവിടുന്ന് എൻട്രൻസിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളിങ്ങനെ കയറി വരും. അവിടെ ടിക്കറ്റ് കൗണ്ടർ, ഇത് ദർബാർ ഹോള്, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മ്യൂസിയം പോലെ സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ പുറകിൽ കണ്ടോ ഇത് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ വഴി കൂടെ പോകണം. ലെഫ്റ്റ് സൈഡിൽ കൂടി പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലും. അതിൻ്റെ പുറകിൽ ആ ബെൽ ടവറും ഉണ്ട്. ഇതാണ് ബെൽ ടവർ. പക്ഷെ അതാ ചെടി കാരണം കാണാൻ പറ്റാത്ത മരം. ശരിയെന്നാ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ഏറ്റവും താഴെ തുടങ്ങണ അതൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, കുംഭകോണമൊക്കെ. പക്ഷേ പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്തു. സാരിക്കകത്ത് എന്തോ ഒരു കറുത്ത സാധനം വീണ്. എക്സാമ്പിൾ ചെയ്ത് പക്ഷെ പോയി, ഇതേപോലെ ഉണ്ടായിരുന്നു. രണ്ടതിപ്പോൾ പോയി. ഇങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോകും. മാജിക് മാലു നനഞ്ഞ് ചീഞ്ഞ ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇത് അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത സാരിയാണ്. അതിൻ്റെ അകത്ത് എന്തോ ഒരു കറ വീണിട്ട് സാരിയിൽ ബ്ലാക്ക് ഒരു കറ വീണു. എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് പിന്നെ സാരി ഒന്ന് വാഷ് ചെയ്തിപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കിയപ്പോൾ കളറ് പോയി. ഇങ്ങനത്തെ ഒരു കളറായിരുന്നു. അത് പോയി, രക്ഷപ്പെട്ട്. കുറച്ചും കൂടെ ഉണ്ട്. അതിനിപ്പോൾ എന്തെങ്കിലും സെറ്റ് ചെയ്യിപ്പോൾ ഇവിടെ നല്ല കൊടും വെയില, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളൂ. അവിടെ ഡ്രസ് മാറുന്ന അവിടെ ചാർജിങ് പോയിന്റ് ഉണ്ടായിരുന്നു. ആ ഉണ്ട്. നിങ്ങൾക്കില്ലേ? അതിൻ്റെ പുറത്തുണ്ട്. ഇത് ഇവിടുത്തെ ഒരു റീജിയണൽ ഓഫീസാണ്. ഓ സെറ്റ് സാധനം. ഇതിങ്ങനെ കണ്ടിട്ടധികം ഭംഗി തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ കിട്ടുന്നതിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കരിമ്പിൻ ജ്യൂസ്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് കരിമ്പ് കൃഷി ഉള്ളത് കൊണ്ട് നല്ല ചീപ്പായിട്ട് കിട്ടും. എന്തുകൊണ്ട് ഇത് 10 രൂപയുടെ ഗ്ലാസ്സാണ്. പിന്നെ 20 രൂപയ്ക്ക് വലിയൊരു അര ലിറ്ററിനോളം അത് 20 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചീപ്പായിട്ട് തോന്നി. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ ഇങ്ങനെ പാലസ് റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഇവരുടെ ഒത്തൻറ്റിക് ഫുഡ് കിട്ടുന്ന കുറേ കടകളുണ്ട്. ഇവിടെ വന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുണ്ട് അല്ലേ? നല്ല വില കുറവ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാധനമെല്ലാം കേരളത്തിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടി. പിന്നെ ഹെയർ പിന്നെ അവിടെ 40 രൂപയ്ക്ക് ഇവിടെ 20 രൂപ പോയി. അതെ 10 രൂപയുടെ ഇതാണ് ഇവിടുത്തെ ഫേമസ്. തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ കുടിച്ചോലോ. കഴിക്കാം. പിന്നെ മെയിൻ സാധനം ഇതൊന്നുമല്ല, കരിമ്പ് നമ്മുടെ അവിടെ 50-ന് കിട്ടണ കരിമ്പായിരിക്കും ഇവിടെ 15 രൂപയ്ക്ക് കിട്ടും. അത് ഇച്ചിരി കൂടെ ഉണ്ടാവും. നമ്മുടെ അവിടെ വലിയ ടോൾ ഗ്ലാസ് അതിലാ കിട്ടണേ. നമ്മളിവിടെയാണ് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. കുറേ റിവ്യൂസ് കണ്ട്, പിന്നെ വീഡിയോസിലൊക്കെ അവരിവിടെ വന്ന് ഫുഡ് കഴിക്കണതൊക്കെ കണ്ട്. അപ്പോൾ നമ്മളോർത്ത് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതിൻ്റെ ബാക്കിയുള്ള അന്നദാരികൾ.
ഹാഫ് മതി എന്ന് പറഞ്ഞ പുള്ളി ആണെന്നൊക്കെ തലയുടെ ടീച്ചറെ നമ്മളെ അഞ്ചോടെ ഹാഫ് കഴിച്ചു നോക്കും. എങ്ങനെയുണ്ടടാ? കൊള്ളാമ്മ. നമ്മൾ തേവസ് ബിരിയാണി എന്നാണ് ഫുഡ് കഴിച്ചത്. ഇവരുടെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള നല്ല മസാലയൊക്കെ ഉള്ള ഒരു ബിരിയാണി ആയിരുന്നു. കുറച്ച് പ്രൈസ് കൂടുതലാണ്. നിങ്ങൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ട്രീറ്റിൽ നിന്നൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയണത്. ഇതാണിത് ഫസ്റ്റ് വ്യൂ. ഇതാ എൻട്രൻസിൻ്റെ വ്യൂ. ഇങ്ങനെ കാണാനൊന്നും മനസ്സിലാവില്ല. അയ്യോ, പക്ഷെ നേരിട്ട് കാണണം. എന്നാ ഭംഗിയ. അതും കൂടി അത് പക്ഷെ ഇങ്ങനെ അത് കുറച്ച് ഇരുണ്ടാ കാണണം. പക്ഷെ ഇതിൻ്റെ കളറ് നമ്മളത് മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് രണ്ടാമത്തെ എൻട്രൻസിൻ്റെ അവിടെ നോക്കിയിട്ടാ. സെറ്റ് കാണാൻ എന്നെ ഭംഗിയെന്നറിയാവാ. അടിപൊളി. ഇവിടെ കൊണ്ടുവന്ന് ഷൂ കൊടുക്കണം. ഷൂ അല്ല, നമ്മുടെ ചപ്പൽസ് വെക്കണം. അതിന് വേണ്ടി വന്നേക്കാം. ഇവിടെ കുറേ ചെരുപ്പിടാൻ പറ്റണ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ കവറിലാക്കി വെച്ചിട്ട് ആ നമ്പറുണ്ട്. ആ നമ്പറുമായിട്ട് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് ടോക്കൺ തരും. പിന്നെ ഈ സൈഡിൽ ബാഗും വയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ തന്നെ തഞ്ചാവൂർ പാവകൾ കിട്ടുന്ന സ്ഥലമുണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ്. പുറത്തുനിന്ന് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ നമ്മൾ നേരെ ടെമ്പിളിലോട്ട് കയറി. ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസും ഫോട്ടോസും നമുക്ക് ലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വീഡിയോസ് ഭയങ്കര കുറവാണ്. മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അവിടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ബ്യൂട്ടി എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ബട്ട് സംഭവം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് നമുക്ക് ഫോണിൽ കിട്ടില്ല. സെറ്റാണ്. എന്തായാലും വരണം. വെക്കേഷന് നിർബന്ധമായും അന്ന് കാണാൻ പറ്റിയ വലിയ എക്സ്പെൻസും ഇല്ല. എന്താ തോന്നുന്നുണ്ടാക്കി? ഇതൊരു സക്സസ്ഫുള്ളായി ട്രിപ്പ് മുന്നോട്ടെത്തി തഞ്ചാവൂർ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. രസമുണ്ട്. എന്തായാലും വരണം. ഒരു കുറച്ച് വെയിൽ കുറവുള്ള ടൈമിൽ വരാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഭംഗി എന്താ സെൻസ് ലൈക്ക് ആ കാണുന്നതല്ല, നമുക്ക് കുറച്ച് വെളുപ്പിനൊക്കെ വന്നിട്ട് ദർശനം നടത്തി പോകുക. ഒരു അല്ലെങ്കിൽ കുറച്ച് സന്ധ്യക്ക് വരിക. ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയാണ്. അപ്പോൾ അത് രസമായിരിക്കും. ഈ ചൂട് വെയിലും കൂടെ ആകുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അതാണൊരു ഇഷ്യൂ. അല്ലാതെ പക്ഷേ ഈ വെയിലത്ത് കാണാനായിരിക്കും ഇത്രയും ഭംഗി ഉണ്ടാവുക. കാരണം ഫുൾ ലൈറ്റിൽ ഇതിങ്ങനെ തിളങ്ങി നിൽക്കും. അതെ, അതിൻ്റെ കളറ് ആ ഒരു ബ്ലാക്കും ഇതെന്ത് കളറ്? മണ്ണിൻ്റെ കളറ്. അങ്ങനത്തെ ഒരു കളറ് രസമുണ്ട്. ഇഷ്ടമായി. ഇനി കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോയും കൂടെ എടുത്താൽ. പക്ഷെ ഇവിടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ലെന്നേ. ഞാൻ തന്നെ പൊളിച്ചിരുന്ന വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇവിടെ വരെ വന്നത് വീഡിയോ എടുക്കാനാണ്. അപ്പോൾ പിന്നെ ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എടുക്കും. തഞ്ചാവൂർ തിരികെയാണ്. വീഡിയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് പിശിക്ക് എടുത്തിട്ടുള്ളു. പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല, തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. ഫുൾ സദാചാരമാണ്. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് മറ്റേ ലിസ്റ്റിൽ കിടക്കുമല്ലോ, ഡിലീറ്റഡ് ലിസ്റ്റിൽ കിടക്കുമല്ലോ. അങ്ങനെ നമ്മളിനി പോകാനുള്ള പ്ലാനിലാണ്. ഇതാണ് ഗൈസ് അതിൻ്റെ വ്യൂ. കണ്ട ഒരുമാതിരി ഗോൾഡ് വെച്ചുണ്ടാക്കിയതുപോലെ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ഇതിൽ ശരിക്കും ഈ വീഡിയോ നീ നോക്കി ഗോൾഡ് പോലെ ഉണ്ട്. കറക്റ്റ് ഇതാണ് ഇതിൻ്റെ ലുക്ക്, ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഒരു 5:30 ആയിട്ടില്ല, ആകാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇപ്പം പോയില്ലെങ്കിൽ പിന്നെ ഇനി
അല്ല ട്രെയിൻ മിസ്സായ ഇവിടെ തന്നെ പെട്ടുപോകും. അതുകൊണ്ട് നാളെ എനിക്ക് വൈകിട്ട് വർക്കുണ്ട്. ഐക്ക് നാളെ സിനിമ കാണാൻ പോകണം. അതിവിടെ അഭിഷേകം, നന്ദിക്ക് അഭിഷേകം ചെയ്യും. എനിക്ക് ആ മഞ്ഞൾ വെള്ളം കൊണ്ട് ദാഹിക്കുന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ നിന്നാൽ ഒരുപാട് ടൈം പോകും. ശരി, അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വിട്ട് ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു ദ ലൈഫിലോട്ട് പോവുകയാണ്. അയ്യോ, ട്രിപ്പ് അവസാനിക്കാറായി. നമ്മളൊരു ഷെയർ ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുകയാണ്. സീറ്റിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, കാരണം തഞ്ചാവൂർ കഴിഞ്ഞ് അടുത്തൊരു വലിയ സ്റ്റോപ്പാണ്. അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ട്രിപ്പിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു ലോങ് ജേർണി, ഇരുത്തം, ആ ഒരു പ്രശ്നം, ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. അത് നമുക്ക് ബർത്തിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. പിന്നെ നമ്മൾ തഞ്ചാവൂർ ബൊമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു 300 രൂപയ്ക്ക് താഴത്തെ റൗണ്ടായിട്ടുള്ള ബൊമ്മയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് സ്ട്രീറ്റിലാണെങ്കിൽ എക്സ്പെൻസീവായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു 500 രൂപ റൗണ്ട്. പിന്നെ രാവിലത്തെ ഫുഡാണെങ്കിൽ ഒരു 200 രൂപ താഴെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2000 രൂപയായിരുന്നു റൂം എടുക്കാണ്ട്. 2 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഐറ്റിനറി വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ.